നമസ്കാരം. ഞാൻ ശശികുമാർ കണക്കശ്ശേരി. എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ജനാധിപത്യ പ്രക്രിയയാണ് ഇപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞത്. 2024 നമ്മുടെ പൊതു തിരഞ്ഞെടുപ്പ്. നമ്മളൊക്കെ അതിൻ്റെ ഫലം അറിയാനുള്ള ഒരു കൗതുകത്തിലും ആകാംക്ഷയിലുമാണിപ്പോൾ. ഈ സമയത്ത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നടന്ന പൊതു തിരഞ്ഞെടുപ്പിൻ്റെ ചില കൗതുക വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് അസ്ഥാനത്തായിരിക്കില്ല എന്ന് തോന്നുന്നു. 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെ 68 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത്. 4 മാസമെടുത്തു ആ പൊതു തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് പ്രക്രിയ തീരുവാനും ഫലം പ്രഖ്യാപിക്കുവാനുമായിട്ട്. ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയ സത്യത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു മാറ്റുരച്ച ഉരകല്ലുകൂടി ആയിരുന്നു. ഇന്ത്യ പിറന്നു വീണിട്ടേയുള്ളൂ. ഒട്ടനവധി പ്രതിസന്ധികളിൽ കൂടി നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ആ വിഭജനം ഏൽപ്പിച്ച മുറിവുകളിൽ നിന്ന് അപ്പോഴും ചോര കിനിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഞ്ചാബും ബംഗാളും അതിർത്തികൾ പോലും വളരെ പോറസാണ്, വളരെ ദുർബലമായിരുന്നു ആ സമയത്ത്. ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി വന്ന് യാതൊരു തിരിച്ചറിയൽ രേഖയും ഇല്ലാതെയാണ് ഇവിടെ ജീവിച്ചിരുന്നത്. നമ്മുടെ നിരക്ഷരത 84%. എങ്ങും ദാരിദ്ര്യമാണ്. രാജ്യത്തിൻ്റെ രീതിയോ ഒരു ഭാഗത്ത് മഞ്ഞുമലകൾ ആണെങ്കിലും മറ്റു ഭാഗത്തൊരു മരുഭൂമിയാണ്. ഒരു ഭാഗത്ത് കടലിൽ ഒറ്റപ്പെട്ട തുരുത്തുകളാണെങ്കിൽ മറുഭാഗത്ത് കാടിനുള്ളിൽ ഒറ്റപ്പെട്ട ആദിവാസി ഊരുകളാണ്. ഇത്തരത്തിൽ വളരെ സങ്കീർണമായൊരു ഭൂപ്രകൃതിയാണ് ഇന്ത്യക്കുണ്ടായിരുന്നത്, അതിവിശാലമായ ഭൂപ്രകൃതിയും. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി 4 വർഷമാകുമ്പോഴേക്കും ഇങ്ങനെ ഒരു ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിലേക്ക് ഇന്ത്യ നീങ്ങുന്നത് പാശ്ചാത്യ രാജ്യങ്ങളും എല്ലാ വികസിത രാജ്യങ്ങളും ഒട്ടനവധി ആദ്യം ഒരല്പം പരിഹാസത്തോടു കൂടിയും പിന്നീട് വളരെ കൗതുകത്തോടു കൂടിയും അവസാനം ഏറെ ആദരവോടും ബഹുമാനത്തോടു കൂടിയും നോക്കി നിന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. സത്യത്തിൽ അത് പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ഒരു നിർബന്ധ ബുദ്ധിയായിരുന്നു. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഏറ്റവും പെട്ടെന്ന് ജനാധിപത്യ രീതിയിലുള്ള ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടന്ന് ഒരു ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വരണമെന്നത് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. അതുപോലെ തന്നെ സാർവജനീനമായ വോട്ടവകാശവും അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. അത് ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം. അമേരിക്കയിൽ തെരഞ്ഞെടുപ്പിൽ 144 കൊല്ലം കഴിഞ്ഞും ഇംഗ്ലണ്ടിൽ, UK, ഗ്രേറ്റ് ബ്രിട്ടനിൽ 100 കൊല്ലം കഴിഞ്ഞുമാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുക്കാം എന്നുള്ള ഒരു സ്ഥിതി വന്നത്. ആ സമയത്ത് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി ഉടനെ 4 വർഷത്തിനുള്ളിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ അവർക്കൊക്കെ സ്ത്രീയോ പുരുഷനോ എന്ന് നോക്കാതെ സർവർക്കും സാർവജനീനമായ വോട്ടവകാശം ഇന്ത്യയിൽ തുടങ്ങിയത് ലോകം മുഴുവൻ അത്ഭുതത്തോടെയാണ് കണ്ടു നിന്നത്. നമ്മൾ ഈ ബെഞ്ചമിൻ സ്പോക്കിൻ്റെ വിഖ്യാതമായ പുസ്തകത്തിൽ അദ്ദേഹം പിറന്നു വീണ കുഞ്ഞിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇറ്റ്സ് ഓൺലി എ ബണ്ടിൽ ഓഫ് ഓർഗൻസ്, നോട്ട് എ ചൈൽഡ് യെറ്റ് എന്ന്. അതുപോലെയായിരുന്നു ഇന്ത്യയുടെ സ്ഥിതിയും. കുറേ ഭൂവിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നു. നമ്മളൊരു രാജ്യം പോലും ആയിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി നോക്കുമ്പോൾ മറ്റൊരു വൈഷമ്യം കൂടി ഉണ്ടായിരുന്നു. അവിടെ പ്രധാനമായും 2-3 പാർട്ടികളാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഉണ്ടായിരിക്കുക. ആ സമയത്ത് പ്രഥമ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ 53 രജിസ്റ്റേർഡ് പാർട്ടികളാണ് ഉണ്ടായിരുന്നത്. അതും ഇലക്ഷൻ പ്രക്രിയ കൂടുതൽ സങ്കീർണമാക്കി. രാജ്യത്തുള്ള പ്രായപൂർത്തിയുള്ള വോട്ടവകാശമുള്ള എല്ലാവരെയും കണ്ടുപിടിച്ച് ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നത് അതിലും വലിയൊരു ടാസ്ക് ആയിരുന്നു. അങ്ങനെ ഒരു വോട്ടർ ലിസ്റ്റ് ഉണ്ടാക്കാനായി BM റാവു ആണ് അതിന് നേതൃത്വം വഹിച്ചത്. BM റാവുവും കൂട്ടരും പെട്ട പാട് ചില്ലറയായിരുന്നില്ല. 16,500 ക്ലാർക്കുമാർ 6 മാസം കൊണ്ടാണ് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കിയത്. 1951 സെൻസസ് പ്രകാരം ഇന്ത്യയുടെ ജനസംഖ്യ 35,66,00,000 ചില്ലുവാനുമാണ്. അതിൽ പ്രായപൂർത്തിയായവരുടെ ഏകദേശ കണക്ക് 18,03,00,000 ചില്ലുവാനും വരും. വോട്ടർ പട്ടിക തയ്യാറായപ്പോൾ ലിസ്റ്റിലുണ്ടായിരുന്നത് 17,32,00,000 ആളുകളാണ്. അതായത് 18,03,00,000-ൽ 17,32,00,000 ആളുകൾ പട്ടികയിൽ വന്നു എന്ന് പറയുമ്പോൾ വോട്ടർ ലിസ്റ്റിൻ്റെ പൂർണ്ണത ഏതാണ്ട് 96%-ലധികമാണ്. ഈ വോട്ടർ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഉത്തരേന്ത്യയിലെ പല ഗ്രാമങ്ങളിലെയും സ്ത്രീകൾ പേര് ചോദിക്കുമ്പോൾ അവരുടെ സ്വന്തം പേര് പറയാൻ മടിച്ച്
ഭർത്താക്കന്മാരുടെ ഇന്നയാളുടെ ഭാര്യ എന്നൊക്കെ മാത്രം പറഞ്ഞ് സ്വന്തം പേര് പറയാനും മുഖം കാണിക്കാനും ഒക്കെ വിസമ്മതിച്ചിരുന്ന ഒരു കൂട്ടം സ്ത്രീകളുണ്ടായിരുന്നു. അവരെയൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു. അങ്ങനെ ഒഴിവാക്കപ്പെട്ട സ്ത്രീകളുടെ എണ്ണം ഏതാണ്ട് 28 ലക്ഷത്തോളം വരുമായിരുന്നു. അതിനെക്കുറിച്ച് വ്യാപകമായ പരാതി ഉയർന്നപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന സുകുമാർ സെൻ പറഞ്ഞത് ഇങ്ങനെ തന്നെ പോകണം, എന്നാലേ അടുത്ത തവണയെങ്കിലും ഈ സ്ഥിതിക്ക് ഒരു മെച്ചപ്പെട്ട മാറ്റം വരികയുള്ളൂ എന്നാണ്. നമ്മുടെ ഭരണഘടന അംബേദ്കറുടെ നേതൃത്വത്തിൽ ഡ്രാഫ്റ്റ് കമ്മിറ്റി തയ്യാറാക്കുമ്പോൾ തന്നെ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കി അതിനെ സ്വതന്ത്രവും നീതിയുക്തമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും കൊടുത്ത് അതിനെ ഒരു സ്വതന്ത്ര ബോഡിയാക്കി നിർത്തണമെന്നുള്ളത് അംബേദ്കർ ഭരണഘടനയിൽ തന്നെ ഉൾച്ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി നെഹ്റു തിരഞ്ഞെടുത്തത് പശ്ചിമ ബംഗാൾ ചീഫ് സെക്രട്ടറി ആയിരുന്ന സുകുമാർ സെൻ ICSനെയാണ്. ശരിക്കും പറഞ്ഞാൽ BM റാവുവും സുകുമാർ സെൻ ICSും ഒക്കെ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു അൺസങ് ഹീറോസ് ആണെന്ന് പറയേണ്ടി വരും. അത്രമാത്രം അവരുടെ ബുദ്ധിയും അധ്വാനവും അർപ്പണബോധവും ഒക്കെ നമ്മുടെ ഈ ജനാധിപത്യ പ്രക്രിയ ഈ രീതിയിൽ നമ്മൾ ഒരുക്കി തീർക്കുന്നതിൽ അവർ പങ്കുവഹിച്ചിട്ടുണ്ട്. ഒട്ടാകെ 1,96,084 പോളിംഗ് ബൂത്തുകൾ തയ്യാറാക്കപ്പെട്ടു. അവയിൽ തന്നെ 27,527 എണ്ണം സ്ത്രീകൾക്ക് മാത്രമായി തയ്യാറാക്കിയവയാണ്. ഓരോ സ്ഥാനാർത്ഥിക്കും പ്രത്യേകം നിറം പിടിപ്പിച്ച അവരുടെ തന്നെ ചിഹ്നം പതിപ്പിച്ച ബാലറ്റ് പെട്ടികൾ ഓരോ സ്ഥാനാർത്ഥികൾക്കും പ്രത്യേകം ഉണ്ടായിരുന്നു. നമ്മുടെ ദേശീയ നേതാക്കന്മാർ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഏർപ്പെട്ടു. രാജ്യമൊട്ടാകെ ഒരു ഉത്സവ പ്രതീതിയായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. ഒട്ടകങ്ങളും ആനകളും കുതിരകളും പോണികളുമൊക്കെയായി എല്ലാ മൃഗങ്ങളുടെയും എല്ലാ ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളും ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഈ പോളിംഗ് ഉപകരണങ്ങൾ വളരെ ദുർഗമമായ പോളിംഗ് ബൂത്തുകളിൽ പോലും എത്തിച്ചു. 3,89,816 കുപ്പി മായാത്ത മഷികൾ തയ്യാറാക്കപ്പെട്ടു. രസകരമായ മറ്റു ചില കണക്കുകൾ കൂടി നമുക്ക് നോക്കാം. ബാലറ്റ് പെട്ടികൾ 25,84,945 എണ്ണമാണ് ഉപയോഗിച്ചത്. എല്ലാം സ്റ്റീൽ പെട്ടികളാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും മദ്രാസിൽ സപ്ലൈ ചെയ്യാമെന്നേറ്റിരുന്ന ഒരു കമ്പനി സമയത്ത് അത് കൊടുക്കാതിരുന്നത് കൊണ്ട് 1,11,000 മരപ്പെട്ടികൾ അവിടെ ഉപയോഗിക്കേണ്ടി വന്നു. 8,200 ടൺ ഉരുക്കാണ് ബാലറ്റ് ബോക്സുകൾക്കായി ഉപയോഗിച്ചത്. ചെലവ് 1,23,00,000 രൂപ കണക്കാക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ ബാലറ്റ് പേപ്പർ അച്ചടിക്കാൻ 180 ടൺ കടലാസ് 10,77,000 രൂപ ചെലവിൽ അടിച്ച് ബാലറ്റ് പേപ്പറുകൾ ഉണ്ടാക്കി. അങ്ങനെ ഏതാണ്ട് 1,96,000 പോളിംഗ് ബൂത്തുകളിൽ 9 ലക്ഷത്തോളം പോളിംഗ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ 3,39,000 പോലീസുകാരുടെ സംരക്ഷണത്തിൽ നമ്മുടെ ആദ്യ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വളരെ വിജയകരമായി പൂർത്തിയാക്കി. വളരെ വിദൂര സ്ഥലങ്ങളിൽ കിടക്കുന്ന ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കാൻ നിരവധി പാലങ്ങൾ പണിതു, റോഡുകൾ പണിതു. അതും പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് നാവികസേനയുടെയും വ്യോമസേനയുടെയും സഹായം ഉപയോഗിച്ചാണ് പോളിംഗ് സാമഗ്രികൾ എത്തിച്ചത്. ഏതാണ്ട് 3,000-ഓളം ഡോക്യുമെൻ്ററികൾ രാജ്യത്താകമാനുള്ള സിനിമാശാലകളിൽ ന്യൂസ് റീലുകളിൽ പ്രദർശിപ്പിച്ചു. ആകാശവാണി സ്ഥിരമായി ഈ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും അതിൽ പങ്കെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ജനാധിപത്യ പ്രക്രിയയെക്കുറിച്ചുമുള്ള പരിപാടികൾ നടത്തി ജനങ്ങളെ ബോധവാന്മാരാക്കി. നാടാകെ വലിയ ഉത്സാഹത്തിലൊരു ഉത്സവം നാട് മുഴുവൻ നടക്കുന്ന പോലെയായിരുന്നു ആ തെരഞ്ഞെടുപ്പ് നമ്മൾ കൊണ്ടാടിയത്. ചുമരുകളും മതിലുകളും റോഡുകളുമൊക്കെ തോരണങ്ങൾ കൊണ്ടും ചുമരെഴുത്തുകൾ കൊണ്ടും നിറഞ്ഞു. ലോകത്താകമാനമുള്ള മാധ്യമങ്ങൾ അവരുടെ പ്രതിനിധികളെ ഈ അത്ഭുതം കാണാനായി ഇന്ത്യയിലേക്ക് അയച്ചു. ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് മുഖപത്രമായ പ്രാവ്ദ അക്കാലത്ത് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രചാരണത്തിന് വരിക പോലും ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഗോതയിൽ കോൺഗ്രസ് പാർട്ടിയും അവരെ അനുകൂലിക്കുന്ന ചെറിയ ചെറിയ പാർട്ടികളും ഒരു ഭാഗത്തും, ഡോക്ടർ അംബേദ്കറും ആചാര്യ കൃപലാനിയും ജയപ്രകാശ് നാരായണും അതുപോലുള്ള പ്രതിപക്ഷ നേതാക്കളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉൾപ്പെടുന്ന വലിയൊരു വിഭാഗം പാർട്ടികൾ മറുവശത്തുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നത്. 1951 ഒക്ടോബർ 25 ഹിമാചൽ പ്രദേശിലെ കിന്നൂർ താഴ്വരയിലെ കൽപ്പ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ശ്യാം സരൺ നേഗി എന്നയാളാണ് രാജ്യത്ത് ആദ്യമായി പോളിംഗ് ബൂത്തിൽ ചെന്ന് വോട്ട് രേഖപ്പെടുത്തിയത്. ശ്യാം സരൺ നേഗി
2022 അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറയുന്നത് വരെ ഒരു തെരഞ്ഞെടുപ്പ് പോലും വിട്ടുപോകാതെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സമ്മതിദാനാവകാശം ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ്. രാജ്യം അദ്ദേഹത്തിനെ ആദരിക്കുകയും അതിന് വേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ട്. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ മധ്യപ്രദേശിലെ ഷാദോൾ നിയോജക മണ്ഡലം 18% മാത്രം പോളിംഗ് രേഖപ്പെടുത്തി ചരിത്രത്തിൽ ഇടം നേടിയപ്പോൾ നമ്മുടെ കോട്ടയത്ത് 80.5% പോളിംഗ് ശതമാനം കാണിച്ച് നമ്മൾ രാജ്യത്തിന് തന്നെ, നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്ക് രാജ്യത്തിന് തന്നെ നമ്മൾ മാതൃകയായി. ഫലം വന്നപ്പോൾ 489 പാർലമെൻറ്റ് സീറ്റുകളിൽ 364 സീറ്റും 3280 നിയമസഭാ സീറ്റുകളിൽ 2247 സീറ്റുകളും നേടി കോൺഗ്രസ് അതിശക്തമായൊരു വിജയം കാഴ്ചവെച്ചു. പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. കോൺഗ്രസിൻ്റെ വോട്ടിംഗ് ശതമാനം ഏതാണ്ട് 45% വോട്ടിംഗ് പെർസെൻറ്റേജ്. അതായത് രാജ്യത്തിൽ പകുതിയിലധികം വോട്ടർമാരും കോൺഗ്രസ് വിരുദ്ധരായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതിൻ്റെ ഒരു എപ്പിലോഗ്, ഈ മൊറാർജി ദേശായിയും ആചാര്യ കൃപലാനിയും അതുപോലെ മഹാവമ്പന്മാരും പരാജയപ്പെട്ടെങ്കിലും ഇതിലെ ഏറ്റവും സങ്കടകരമായ പരാജയമുണ്ടായത് ബോംബെ നോർത്ത് കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. അവിടെ മറ്റാരുമല്ല, ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ അദ്ദേഹത്തിൻ്റെ മുൻ PA ആയിരുന്ന നാരായൺ സഡോബ ഖജ്റോൾക്കറോട് 15,000-ലധികം വോട്ടുകൾക്ക് ദയനീയമായി പരാജയപ്പെട്ടു. അപ്പോൾ ഇവിടെ നമ്മൾ ബാബാ സാഹിബ് അംബേദ്കർ പോലെയുള്ളൊരു മഹത് വ്യക്തി, ഇന്ത്യയുടെ ഏറ്റവും വിശിഷ്ട പുത്രന്മാരിൽ ഒരാളെന്ന് പറയാവുന്ന ഒരാൾ, അക്കാദമികമായി ഏറ്റവും മികച്ച നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒരാൾ, വലിയ പണ്ഡിതനായിട്ടുള്ള ഒരാൾ, നിർഭയനായിട്ടുള്ള ഒരു നേതാവായിട്ടുള്ള ഒരാൾ, അധസ്ഥിതന്മാർക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾ അവർക്ക് മേടിച്ചു കൊടുക്കാനായി നിരന്തരം പോരാടിയിട്ടുള്ള ഒരു ധീര ഇന്ത്യക്കാരൻ നേതാവ്, അദ്ദേഹം എങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ളത് നമ്മളൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും അദ്ദേഹം ആ സമയമായപ്പോഴേക്കും കോൺഗ്രസിൽ നിന്ന് അകന്നു കഴിഞ്ഞിരുന്നു. ബോംബെയിലെ വോട്ടർമാരിൽ തന്നെ സവർണ വിഭാഗം സ്വാഭാവികമായും അംബേദ്കർക്കെതിരായിരുന്നു. അവർണ വിഭാഗങ്ങളിലാകട്ടെ എങ്ങനെയോ ഡോക്ടർ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ സ്വന്തം സമുദായമായ മഹർ വിഭാഗത്തിനോട് ഒരല്പം ചായ്വ് കൂടുതൽ കാണിക്കുന്നു എന്നൊരു തോന്നൽ അധസ്ഥിത എന്ന് വിളിക്കപ്പെട്ടിരുന്ന സമുദായങ്ങൾക്കും ഉണ്ടായി. അങ്ങനെ അദ്ദേഹം ആർക്കു വേണ്ടിയാണോ പ്രവർത്തിച്ചത് അതിൽ നല്ലൊരു പങ്കും അദ്ദേഹത്തിന് വോട്ട് ചെയ്യാതിരുന്നു. സവർണരും സ്വാഭാവികമായും വോട്ട് ചെയ്യാതിരുന്നു. കമ്മ്യൂണിസ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ ബദ്ധശത്രുക്കളായി, അവരും വോട്ട് ചെയ്യാതിരുന്നു. ആദ്യമൊക്കെ അംബേദ്കറും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ ചേർന്നാണ് പ്രവർത്തിച്ചിരുന്നെങ്കിൽ പിന്നീട് അവർ തമ്മിൽ വഴിപിരിയേണ്ടി വന്നു. അതിനും നമ്മളൊരു കാരണം പറയുമ്പോൾ കുറച്ചുകൂടി പിന്നിലേക്ക് പോകേണ്ടി വരും. ഈ വീഡിയോ കുറച്ച് നീണ്ടുപോകാൻ സാധ്യതയുണ്ടെങ്കിലും ഇതൊക്കെ പറയാതെ വയ്യ എന്നുള്ളത് കൊണ്ട് പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ വ്യാവസായിക വിപ്ലവം ഇന്ത്യയിൽ തുടങ്ങുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ടൊരു മുഖമായിരുന്നു ബോംബെയിലെ തുണിമില്ലുകളുടെ ഒരു വിപ്ലവകരമായ വരവ്. പെട്ടെന്ന് തന്നെ വലിയ വലിയ തുണിമില്ലുകൾ അവിടെ സ്ഥാപിക്കപ്പെടുകയും ഒരുപാട് തൊഴിലാളികളെ അവിടേക്ക് ആവശ്യം വരികയും വേണ്ടി വന്നപ്പോൾ ബോംബെയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും പോലും വലിയ രീതിയിലുള്ള തൊഴിലാളികൾ ബോംബെ മില്ലുകളിലേക്ക് പണിയെടുക്കേണ്ടി വന്നു. അപ്പോൾ അവിടെ ഇന്ത്യയുടെ മഹാശാപമാണ് ഈ ജാതി എന്ന് പറയുന്നത്. അവിടെ ഉയർന്ന ജാതിക്കാരായിട്ടുള്ള ആളുകളും താഴ്ന്ന ജാതിക്കാരെന്ന് മുദ്രകുത്തപ്പെട്ടിരുന്നവരുമായ ധാരാളം ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ വന്നിരുന്നു. ഉയർന്ന ജാതിക്കാർ പൊതുവിൽ കുറച്ചുകൂടി വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നവർക്ക് കുറച്ചൊരു സൂപ്പർവൈസർ തസ്തികയിലും അല്പം കൂടി ഉയർന്ന രീതിയിലുള്ള ജോലികൾ മില്ലുകളിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ അധസ്ഥിതരെന്ന് മുദ്രകുത്തപ്പെട്ടിരുന്നവർക്കും വലിയ വിദ്യാഭ്യാസമില്ലാത്തവർക്കും തൊട്ടുകൂടാത്തവർ എന്ന് മുദ്രകുത്തപ്പെട്ടിരുന്നവർക്കുമൊക്കെ വളരെ വളരെ ചെറിയ മീൻ ലേബർ ഫോഴ്സായിട്ടാണ് അവരൊക്കെ വന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ, ഈ ഓരോ തൊഴിൽശാലകൾക്കും ഉള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ജാതി വിവേചനങ്ങൾ നിലനിന്നിരുന്നു. ടു ദ എക്സ്റ്റെൻഡ് നൂല് നൂൽക്കുന്ന ആളുകൾ ആ നൂല് ശരിക്കും സൂചി കൂടെ തോർക്കാനായിട്ട് നാവുമ്പോൾ തൊട്ടൊന്ന് നനച്ചിട്ട് ആ സൂചി കൂടെ കോർക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ അധസ്ഥിതൻ്റെ നാവിൽ ആ ഉമിനീര് തൊട്ട ആ നൂല് തൊടാനായിട്ട് ആ മില്ലുകളിലെ ഉയർന്ന ജാതിക്കാരായ ജോലിക്കാർ മടിച്ചു. ഇത്തരത്തിലുള്ള വളരെ നമുക്ക് ഇപ്പോൾ അമ്പരപ്പ് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ജാതി വിവേചനം അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇതിനൊക്കെ പുറമേ ആയിരുന്നു മുതലാളിമാരും തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥയും. അപ്പോൾ ഈ തൊഴിലാളികൾക്ക് വേണ്ടി ഡോക്ടർ അംബേദ്കറും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും പ്രവർത്തിച്ചിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരും പ്രവർത്തിച്ചിരുന്നു. ഡോക്ടർ അംബേദ്കർ ഈ ഒരു അവസ്ഥയെ കണ്ടത് പ്രധാനമായും ആ ജാതി വ്യത്യാസത്തിൻ്റെ ചൂഷണങ്ങളുടെ പേരിലാണ്.
അതുകൊണ്ട് ഈ തൊഴിൽശാലകൾക്കുള്ളിലെ ജാതി വ്യത്യാസം ആദ്യം നീങ്ങിക്കഴിഞ്ഞാൽ തൊഴിലാളികൾക്ക് കുറെ കൂടി മെച്ചപ്പെട്ട ജീവിതമുണ്ടാകുമെന്ന് അദ്ദേഹം വിചാരിച്ചു. അതേസമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വ്യൂ പോയിൻ്റ് വ്യത്യസ്തമായിരുന്നു. അവർ ഇത് എല്ലാ തൊഴിലാളികൾക്കുള്ളിലെ ഈ ജാതി വ്യത്യാസമല്ല പ്രധാനം, തൊഴിലാളികൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം, അവർ ബൂർഷാ മുതലാളിമാരോട് പോരാടണം, അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന രീതിയിലാണ് കമ്മ്യൂണിസ്റ്റുകാർ ഈ പ്രശ്നത്തെ കണ്ടത്. അങ്ങനെ അവർ രണ്ടുപേരും അവരവരുടെ സ്റ്റാൻഡിൽ നിന്നു. അംബേദ്കറും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിൽ പതുക്കെ വഴിപിരിഞ്ഞു. അങ്ങനെ ബോംബെ നോർത്തിൽ അംബേദ്കർ മത്സരിച്ചപ്പോൾ എസ് എ ഡാങ്കെ അദ്ദേഹത്തിനെതിരായി മത്സരിച്ചു. കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ വളരെ കടുത്ത ശത്രുക്കളായിട്ടാണ് ഡോക്ടർ അംബേദ്കറെതിരെ മത്സരിച്ചത്. അംബേദ്കർ അപ്പോഴേക്കും ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ എന്ന് പറഞ്ഞ് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കിയിരുന്നു. അതാണ് പിന്നീട് റിപ്പബ്ലിക്കൻ പാർട്ടിയാക്കിയത്. ഏതായാലും ഡോക്ടർ അംബേദ്കർ സ്വന്തം PAയോട് വളരെ അപ്രധാനിയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയോട് ഇങ്ങനെ 15,000 വോട്ടിന് തോൽക്കുകയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഡോക്ടർ അംബേദ്കർ അതൊരു രാഷ്ട്രീയമായ നിലപാടാണ് കോൺഗ്രസിൻ്റെ. അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളത് രാഷ്ട്രീയ നിലപാടാണ്. അതുകൊണ്ട് അവർ നിർത്തിയെന്നേ ഉള്ളൂ. അംബേദ്കർ ജയിച്ച് അംബേദ്കറെ പാർലമെൻറ്റിൽ വേണമെന്നുള്ളത് പണ്ഡിറ്റ് നെഹ്റുവിന് വളരെ ആഗ്രഹമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു വളരെ വീക്കായിട്ടുള്ള വളരെ ആരും കേൾക്കാത്തൊരു സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ്സിന് അവിടെ നിർത്തിയത്, ഈ നാരായൺ സഡോബ ഖജ്റോൾക്കർ എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം വലിയ രീതിയിൽ ആ കോൺഗ്രസ് തരംഗമായിരുന്നു. ഈ രാജ്യത്ത് ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും മഹാത്മാഗാന്ധിയുടെ വധത്തിൻ്റെയും ഒക്കെ ഒരു ഹാങ് ഓവർ നിൽക്കുകയാണ്. വലിയൊരു കോൺഗ്രസ് തരംഗമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഖജ്റോൾക്കർ വളരെ അനായാസമായിട്ട് ജയിച്ചു പോയി. പക്ഷേ ദീർഘദർശിയായ നെഹ്റുവിന് രാഷ്ട്രീയത്തെക്കാൾ വലുതായിരുന്നു രാഷ്ട്രം. അതുകൊണ്ട് നെഹ്റു ബാബാ സാഹിബ് അംബേദ്കറെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത് അദ്ദേഹത്തെ പാർലമെൻറ്റിൽ എത്തിച്ചു എന്നുള്ളതും ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അല്പം ഒരു വിമുഖതയോടെ കൂടെ ആണെങ്കിലും ഡോക്ടർ അംബേദ്കർ അങ്ങനെ രാജ്യസഭാംഗമായി പാർലമെൻറ്റിലെത്തി. പിന്നീട് വീണ്ടും 1954 ഭണ്ഡാരയിലൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അംബേദ്കർ അവിടെ പോയി മത്സരിച്ച് വീണ്ടും ഒരു പൊതുതെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വരാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം കൂടുതൽ ദയനീയമായി തോറ്റ് 3ാം സ്ഥാനത്തേക്ക് വരികയാണ് ഉണ്ടായത്. അടുത്ത തെരഞ്ഞെടുപ്പ് 1957 ഫെബ്രുവരിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ 57 അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അതിനൊരു 3 മാസം മുമ്പ് ഡോക്ടർ അംബേദ്കർ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞിരുന്നു. നമ്മളിപ്പോൾ ഈ മഹാഭാരതത്തിൽ ആ യുദ്ധം കഴിഞ്ഞ് കുന്തി നിങ്ങൾ കൊന്നിട്ടുള്ളത് സ്വന്തം ജ്യേഷ്ഠനെയാണ് എന്ന് പറയുമ്പോൾ യുധിഷ്ഠിരൻ ജ്യേഷ്ഠ പാണ്ഡവനെയാണ് കൊന്നതെന്ന് പറയുമ്പോൾ യുധിഷ്ഠിരൻ വിലപിക്കുന്നുണ്ട്, ജയോയം അജയാകാരോ ജയസ്തസ്മാത് പരാജയ എന്ന്. ജയത്തിൽ കൂടി നമ്മൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഈ ജയം ഒരു പരാജയമായിരുന്നു, ജയിച്ചുകൊണ്ട് നമ്മൾ തോറ്റുപോയല്ലോ എന്ന്. അതുപോലെ ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ അംബേദ്കറെ തോൽപ്പിച്ചപ്പോൾ ഇന്ത്യൻ ജനാധിപത്യമാണ് പരാജയപ്പെട്ടത് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ജൂൺ 4-ന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഇന്ത്യയുടെ പുതിയ ഭരണസാരഥ്യം ആരേറ്റെടുക്കുമെന്ന് അറിയാനുള്ള കൗതുകത്തിലാണ് നിങ്ങളെപ്പോലെ ഞാനും. അപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള കൗതുക വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.